ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ അവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സെപ്റ്റംബർ 8, വിശുദ്ധ കന്യമറിയാമിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം. സഭ സെപ്റ്റംബർ 1 മുതൽ 8 വരെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനയിൽ വിശ്വാസികൾ സംബന്ധിക്കുകയും ചെയ്ത് അനുഗ്രഹം പ്രാപിച്ച ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. നമ്മൾക്ക് ഏവർക്കും അറിയാം, വിശുദ്ധ കന്യമറിയാം ഏതൊക്കെ മധ്യസ്ഥത അവിടെ മകൻ്റെ മുമ്പിൽ യാചിച്ചുവോ അതൊക്കെയും അവൻ സാധിച്ചു കൊടുക്കുന്നവൻ ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ലോകത്തിൽ വെച്ച് നമുക്ക് അനുഭവമായത് ആ കാനാവിലെ കല്യാണം തന്നെ ആണ്. ഈ കന്യമറിയാമിനെ നാം കൊടുക്കുന്ന ആ സ്ഥാനം എന്നത് ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിനെ ശ്രീലന്മാരെക്കാളും നിബിയന്മാരെക്കാളും സഹതന്മാരെക്കാളും മൗദ്യാന്യന്മാരെക്കാളും മൽപ്പാന്മാരെക്കാളും ഉന്നതമായ സ്ഥാനവും ബഹുമാനവും ആദരവും പരിശുദ്ധ സഭ നൽകുന്നു. അവളുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ സഭയും സഭാമക്കളും അവയപ്പെട്ട് ദൈവ കരുണ പ്രാപിച്ച് വരുന്നു എന്നത് നമ്മൾ ഏവരും സമ്മതിക്കുകയും ചെയ്യുന്നു. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ കന്യമറിയാമിൻ്റേത്. ഞാൻ എൻ്റെ നേരത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞതായ കാര്യമുണ്ട്. വിശുദ്ധ കന്യമറിയാമിൻ്റെ 7 ദുഃഖങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അത് 8 ദുഃഖങ്ങളായിട്ടാണ് പറഞ്ഞത്. അവളുടെ ഉള്ളിലൂടെ കടന്നുപോയ 8 വാളുകൾ. ചിലർ അത് 4ആയും ചിലർ അത് 7ആയും പറയാറുണ്ട്. എന്നാൽ ഞാൻ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് 8 വാളുകൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി എന്നാണ്. ഇന്ന് അവളുടെ ജനന പെരുന്നാളിൻ്റെ ദിവസം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കന്യമറിയാമിൻ്റെ 7 സന്തോഷങ്ങൾ കൂടിയാണ്. ജോയ് ഓഫ് അവർ ലേഡി എന്നത് സഭയിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു ഭക്തി ആചാരമാണ്. വിശുദ്ധ മറിയം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷകരമായ സംഭവങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമത്തേത്, ദൂതൻ ഗബ്രിയേൽ മറിയാമിനെ സന്ദർശിച്ചത്. യേശുവിനെ ഗർഭം ധരിക്കുമെന്ന സുവിശേഷം ലഭിച്ചത്. ലൂക്കോസ് എവൻഗേലിയസ്റ്റായ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അത് വളരെ ക്ലിയർ ആവും. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് വിശുദ്ധ എലിസബത്തെ സന്ദർശിച്ചതാണ്. എലിസബത്ത് വിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞത്. ലൂക്കോസ് എവൻഗേലിസ്റ്റായ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. യേശുക്രിസ്തുവിൻ്റെ ജനനം ബേത്ലഹേമിൽ ദരിദ്ര സാഹചര്യത്തിൽ പോലും ലോകത്തിൻ്റെ രക്ഷിതാവിനെ പ്രസവിച്ച സന്തോഷം. ലൂക്കോസ് എവൻഗേലിസ്റ്റായ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 6 മുതൽ 20 വരെയുള്ള വേദഭാഗം. ജ്ഞാനിമാർ കുഞ്ഞിനെ ആരാധിച്ചത്. കിഴക്ക് നിന്നും വന്ന ജ്ഞാനിമാർ കുഞ്ഞിനെ കണ്ട് ആരാധിച്ച് സമ്മാനങ്ങൾ അർപ്പിച്ചതായി നാം മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകും. യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചത് ശിമയോൻ ലോകത്തിന് രക്ഷകൻ എന്ന് പ്രസ്താവിച്ചത്. ലൂക്കോസ് എവൻഗേലിസ്റ്റായ രക്ഷാസുവിശേഷം 22 മുതൽ 35 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് വളരെ ക്ലിയർ ആകും. കുഞ്ഞായ യേശുവിനെ കണ്ടെത്തിയത് 3 ദിവസം അന്വേഷിച്ചതിന് ശേഷം യേശുവിനെ ദേവാലയത്തിൽ ഉപദേശിക്കുന്ന നിലയിൽ കണ്ടുമുട്ടിയ ആ അമ്മയുടെ സന്തോഷം. ലൂക്കോസ് എവൻഗേലിസ്റ്റായ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 50 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അതും വളരെ ക്ലിയർ ആകും. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. ക്രൂശിക്കപ്പെട്ട യേശു 3-ാം ദിവസം ഉയർന്നെഴുന്നേറ്റ ആ മഹാസന്തോഷം. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അതും മനസ്സിലാകും. ചില സ്ഥലങ്ങളിൽ മറിയാമിൻ്റെ 5 സന്തോഷങ്ങൾ അല്ലെങ്കിൽ 15 സന്തോഷങ്ങൾ എന്ന പ്രമാണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ ശ്രമിച്ചത് 7 സന്തോഷങ്ങൾ ആണ്. നാം നമ്മുടെ കന്യമറിയാമിൽ ശരണപ്പെട്ട് അഭയം പ്രാപിക്കുന്നുവെങ്കിൽ, അവളുടെ മധ്യസ്ഥത നമ്മൾ വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുന്നുവെങ്കിൽ,
അവളുടെ പുത്രനായ യേശു ക്രിസ്തു നമ്മളെ സ്വീകരിക്കുകയും അവൾ ചെയ്ത മധ്യസ്ഥതയിൽ നമുക്ക് ഏവർക്കും അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ സ്ലീബായുടെ സന്ധ്യാ നമസ്കാരത്തിൽ നിന്ന് ഒരു ചെറിയ പാട്ട് പാടാം. യാചിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ, നൃപവതി സവിധം സമവും ശാന്തിയും ഉലകെങ്ങും വാഴേട്ടതിനാൽ സദയം നീങ്ങിടട്ടെ സകല നിവാസങ്ങളിൽ നിൻ അരിശത്തിണ്ടം. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ മാതാവേ നിന്നോട് യാചിക്കുന്നു. രാജാതിരാജനിൽ നിന്നും സമാധാനവും ശാന്തിയും ഭൂമിയിലെല്ലാം വന്ന് വസിച്ച് എല്ലാ മനുഷ്യരിൽ നിന്നും ദൈവകോപത്തിൽ ശിക്ഷ ദയവായി നീക്കണമേ എന്നാണ് ഈ വേദഭാഗം ഈ പാട്ടിൻ്റെ അർത്ഥം നമ്മെ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതൊക്കെയും മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുകയും വിശുദ്ധ കന്യമറിയാമിൻ്റെ മധ്യസ്ഥതയിൽ മുമ്പോട്ട് അഭയം പ്രാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനായി നാം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എപ്പോഴും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാം നമ്മുടെ രക്ഷകനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇടപെടാതെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നാം അവൻ കാണിച്ചു തന്നതായ ആ പാതയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് നിത്യതയിൽ ഒരു സ്ഥാനമുണ്ടാകും. അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ, അവൻ്റെ വലത്ത് ഭാഗത്തിരിക്കുവാൻ അവൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ 8 നോയമ്പ് നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇതിനായി അവസരം തന്ന ആ ദൈവത്തെ നമുക്കേവർക്കും സ്തുതിക്കാം. എത്രയോ ആളുകൾ ഈ 8 നോയമ്പ് തുടങ്ങിയ സെപ്റ്റംബർ 1 മുതൽ ഈ 8-ാം തീയതി വരെ എത്രയോ പേർ ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം നമുക്ക് തന്നതായ ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നാം ഇന്നും അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യാൻ നമുക്ക് ഈ അവസരം ലഭിച്ചതിന് നമുക്കെല്ലാവർക്കും ചേർന്ന് അവനെ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.